എല്ലാവർക്കും ലക്ഷ്മീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു പാചക വീഡിയോ ആണ്. എൻ്റെ വീട്ടിലെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള ഒരു മത്തി ഫ്രൈ സ്പെഷ്യലാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മത്തി ഇന്നലെ വാങ്ങിയതാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഫ്രൈക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. കുറച്ച് സവാളയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആയിരുന്നാലും മതി, പിന്നെ കുരുമുളക്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഈ മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് സവാള, ഈ കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സി ജാറിലൊന്ന് അടിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഈ ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ രീതിയിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയിലോട്ട് ഇതിലോട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുകയാണ്. അപ്പോൾ ഈ മുളക് പൊടി ഞങ്ങൾ വറ്റൽമുളക് വാങ്ങി മില്ലിൽ പൊടിച്ചതാണ്. ഇത് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഉപ്പ് കുറച്ചേ എടുക്കാറുള്ളൂ. എരിവും കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ കുരുമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് എരിവ് എന്തായാലും ആവശ്യത്തിന് കാണും. നമ്മുടെ ഈ മത്തിയിലെല്ലാത്തിലും കൂടി ഒന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ ഒന്ന് വച്ചിരിക്കാം. ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മത്തി മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ചൂടായിട്ടുണ്ട് പാന്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കിയിട്ട് കുറച്ച് അങ്ങനെ പാനിലുള്ള എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. അപ്പോൾ ഒന്ന് കുറച്ച് തീ ഒന്ന് സിമ്മിലോട്ട് വെക്കാം. അതായത് മീനൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ മത്തി ഫ്രൈ റെഡിയായി. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മത്തി ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലോട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.